ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ റെസിപ്പി വീഡിയോസ്. ഇന്നത്തെ റെസിപ്പി ബീഫ് ബോട്ടി വെച്ചിട്ടാണ്. അതിനായിട്ട് ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ഒരു ഏലക്ക, 5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഓയിൽ പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 4 ഉള്ളിയാണ് എടുത്തത്. ഉള്ളി ചെറിയ സൈസല്ല എടുത്തത്, കുറച്ച് വലിയ സൈസാണ് എടുത്തത്. അപ്പം ഇത് ഉള്ളി ഒന്ന് കളർ മാറുന്ന വരെ ഉള്ളി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫിൻ്റെ ബോട്ടി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി വെക്കുക. വെള്ളത്തിൻ്റെ അളവ് കുറക്കുന്നുണ്ടെങ്കിൽ കുറക്കുക. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള 7 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ബോട്ടി വേവിച്ചെടുക്കണം. ഫ്ലെയിം ഓഫാക്കി വിസിൽ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക. വേറൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടായതിന് ശേഷം ഒരു 5 പച്ചമുളക് മുറിച്ചിട്ട് ആ ചൂടായ എണ്ണയിൽ ഇടുക. എന്നിട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം റോസ്മെല്ല് മാറിയതിന് ശേഷം ഇനി മുളക് പൊടി ഇടുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് ഇട്ടത്. എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് പൊടികളുടെ റോസ്മെല്ല് മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ചിട്ട് വെച്ച ബീഫിൻ്റെ ബോട്ടി ഈ പാനിലേക്ക് മാറ്റുക. എന്നിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഓഫാക്കാം. അല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ നല്ലോണം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പം ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണ്ടവർക്ക് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ ഇട്ടിട്ടാണ് ആക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ഇതിലോട്ട് ഇപ്പോൾ ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്താൽ മതി. അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം ഓൾറെഡി കുക്കായതാണ്. തേങ്ങ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില വിതറി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അപ്പം നമ്മുടെ ബോട്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ബീഫ് ബോട്ടിൻ്റെ റെസിപ്പി നോക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.